അപ്പൊ ഓണമൊക്കെ ഇങ്ങനെ എത്തിയല്ലേ, നമുക്ക് മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല കുറുകിയ ഒരു അടപ്രഥമന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് നല്ലപോലെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 200 ഗ്രാം അളവിൽ വേവിച്ച അരിയുടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 350 ഗ്രാം ശർക്കര, അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ച് പാനിയാക്കി ഒരു പാനിയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അട നല്ലപോലെ വേവിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. പാനിയിൽ പിന്നെ അട വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചുഴൽ പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പൊ നമ്മൾ പായസവും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ അത്യാവശ്യം ചുവട് കെട്ടിയുള്ള പാൻ എടുക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ ഇതുപോലുള്ള ഓട്ടുരുളി ആണെങ്കിൽ ഒന്നുകൂടി നന്നാവും. അപ്പൊ ഞാൻ ഈ ഒരു ഉരുളി വാങ്ങിയിട്ടുള്ളത് മാന്നാർ ക്രാഫ്റ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ തന്നെ വേറെ 1-2 പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവരുടെ പേജിൽ നോക്കുകയാണെങ്കിൽ കുക്ക്വെയർ ഐറ്റംസ് അല്ലാതെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓണമൊക്കെ അല്ലേ, അപ്പൊ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജിൽ നിന്ന് ചെക്ക് ചെയ്തോളാം. ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് കുറി കിട്ടുന്ന സമയത്തുണ്ടല്ലോ ഇതിലേക്ക് ഇനി ഒരു 5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ, 1-ാം പാലും 2-ാം പാലും മിക്സ് എടുത്തിട്ടുള്ളതാണ്. 2-3 ബാച്ചായിട്ട് ചേർത്ത് തിളച്ച് വരുന്ന സമയത്ത് അരക്കപ്പ് വേവിച്ച ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഏലക്കാപ്പൊടിയും പിന്നെ ഇതിലേക്ക് ചുക്കുപൊടി, കുറച്ച് ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊക്കെ ചേർത്ത് വറവും കൂടി കൊടുക്കും. അപ്പം നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. ഒന്ന് ട്രൈ ആക്കി നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്